നിന്ന് വെച്ച് തൊഴുത്തിൽ കെട്ടാൻ പറ്റുമോ എന്നൊരു പഴഞ്ചൊല്ല് മലയാളത്തിലുണ്ട്. പ്രഭാവശാലികളും പ്രതാപശാലികളുമായ വ്യക്തികൾക്ക് ദൗർഭാഗ്യകാലം വന്നു എന്ന് കരുതി ഒരു പരിധിയിൽ കൂടുതൽ താഴാൻ പറ്റുമോ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ തൃശ്ശൂരുള്ള പൂങ്കുന്നം മുരളീധരൻ എന്നൊരു ആന പറയുന്നത് അത് ഏത് തൊഴുത്തിൽ വേണമെങ്കിലും കിടന്നോളാമെന്നാണ്. തലയ്ക്ക് മീതെ ഒരു കൂരയുണ്ടായാൽ മതി. സംശയിക്കണ്ട, ഞാൻ ഉദ്ദേശിച്ചത് പൂങ്കുന്നത്ത് മുരളി മന്ദിരത്തിൽ കെ കരുണാകരൻ്റെ മകനായ കെ മുരളീധരനെ തന്നെയാണ്. ആനയെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് പോലെ കളിയാക്കിയതൊന്നുമല്ല, ഞാനല്ല കളിയാക്കിയത്, സഹപ്രവർത്തകർ തന്നെയാണ് അദ്ദേഹത്തെ ആനയെന്ന് വിശേഷിപ്പിച്ചത്. നെറ്റിപ്പട്ടം കെട്ടി ഏത് തെരഞ്ഞെടുപ്പ് ഉത്സവത്തിലും മുന്നിൽ കൊണ്ട് നിർത്തിയാൽ 10 പേരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന അല്ലെങ്കിൽ കയ്യടി നേടുന്ന ഒരു ആനയാണ്, ഗജവീരനാണ്, ഗജകേസരിയാണ് മുരളീധരൻ എന്നൊക്കെ സഹപ്രവർത്തകർ തന്നെയാണ് പറഞ്ഞത്. ഒരു പക്ഷേ കളിയാക്കാൻ പറഞ്ഞതായിരിക്കില്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാവത്തെ ഒന്ന് ഊന്നി പറഞ്ഞതായിരിക്കാം. പിന്നെ ഏത് തൊഴുത്തിലും കിടക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതും ഞാനല്ല. ഈ അടുത്ത കുറച്ച് ദിവസം മുമ്പ് മനോരമ ചാനലിലെ നേരെ ചൊവ്വേ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ സാക്ഷാൽ ശ്രീ മുരളീധരൻ തന്നെയാണ് പറഞ്ഞത്, ഈ ഒരു പ്രയോഗം അർത്ഥത്തിൽ സംസാരിച്ചത്. അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്ന വ്യക്തി അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇനി കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാവാകുമോ താങ്കൾ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ വളരെ സത്യസന്ധമായൊരു മറുപടി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മറുപടി, മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ അതിനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല, പരിഗണിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, ഇനി അത് ചിലപ്പോൾ മന്ത്രിയാക്കിയേക്കാം. അങ്ങനെ ആക്കിയാൽ വല്ല കീടനാശിനി വകുപ്പോ രാസവളം വകുപ്പോ ഒക്കെ കിട്ടിയെന്നിരിക്കാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദയനീയമായ മറുപടി. സത്യത്തിൽ അത് കേട്ടിരുന്ന എനിക്ക് പോലും ദുഃഖം തോന്നി. അങ്ങനെ അങ്ങ് ഒരു മൂലയ്ക്ക് ചവിട്ടിക്കൂട്ടേണ്ട രാഷ്ട്രീയ നേതാവൊന്നുമല്ല കെ മുരളീധരൻ. അദ്ദേഹത്തോളം വാഗ്ധോരണിയുള്ള, അല്ലെങ്കിൽ സംസാരിക്കാൻ മലയാള ഭാഷയിൽ ഇത്ര ശക്തമായി ആശയവിനിമയം നടത്താൻ കഴിവുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ കേരളത്തിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്നാമത്തേത്, അദ്ദേഹത്തിൻ്റെ സംഘടനാശേഷി, KPCC പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ കെ മുരളീധരൻ്റെ സംഘടനാ പാടവം പത്രപ്രവർത്തകനായ ഞാൻ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഹിന്ദുവിൻ്റെയും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയും ഒക്കെ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനോട് പലപ്പോഴും അടുത്ത് ഇടപഴകാനുള്ളൊരു അവസരവും കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്, അദ്ദേഹത്തിനോളം ഗംഭീരനായ പ്രൗഢ ശേഷിയുള്ള, അതുപോലെ രാഷ്ട്രീയ അറിയാവുന്ന വളരെ കുറച്ച് നേതാക്കന്മാരെ ഇന്ന് കോൺഗ്രസിൽ കേരളത്തിലുള്ളൂ. പിന്നെ എന്താണ് അദ്ദേഹത്തിന് ഈ ഗതികേട് വന്നത്? വെറും വിധി ആണോ, വിധി വൈപരീത്യമാണോ, അതോ അതിന് മറ്റ് ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വന്ന ചില പാളിച്ചകളാണോ? അത് പരിശോധിക്കേണ്ട ഒരു സമയം എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരികുമാർ. അപ്പോൾ എന്തായിരിക്കാം കെ മുരളീധരൻ്റെ ഇപ്പോഴത്തെ ഒരു പതനത്തിന് അല്ലെങ്കിൽ ദൗർഭാഗ്യത്തിൻ്റെ കാരണം? എനിക്കതിന് വളരെ വ്യക്തമായ ഉത്തരവുണ്ട്. അതിന് 2-3 കാരണങ്ങളുണ്ടാവും, പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണത്തിന്, കോൺഗ്രസിലെ സഹപ്രവർത്തകരുടെ അസൂയ ഒരു കാരണമായിരിക്കാം. കാരണം കരുണാകരൻ്റെ മകൻ എന്നുള്ള നിലയിൽ കരുണാകരനോടുള്ള ശത്രുത അല്ലെങ്കിൽ കരുണാകരനോടുള്ള അസൂയ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നേർക്ക് വന്നിട്ടുണ്ട്. അത് ഉന്നത വ്യക്തികളുടെ കുടുംബാംഗങ്ങൾക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്ന ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. അവർക്കതിൻ്റെ ചില തങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിൻ്റെ ചില നേട്ടങ്ങളും ഇതോടൊപ്പം ഉണ്ട്, അത് നമ്മൾ മറക്കണ്ട. അപ്പോൾ അതൊരു കാരണമാകാം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ മൂർച്ചയെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മൂർച്ചയേറിയൊരു നാവാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രശ്നം. അതാകാം കാരണം ആ നാവ് കൊണ്ട് പരിക്കേറ്റ ഒരുപാട് പേരുണ്ട്. സാക്ഷാൽ AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ആ നാവിൻ്റെ മൂർച്ച ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം നടത്തിയ പ്രയോഗങ്ങളൊക്കെ പലപ്പോഴും പലരെയും ഞെട്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരിക്കൽ അദ്ദേഹം പറയുമായ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന അഹമ്മദ് പട്ടേലിനെ കുറിച്ച് അലൂമിനിയം പട്ടേൽ എന്ന് പറഞ്ഞു. അന്ന് പല ആൾക്കാർക്കും അത് അറിഞ്ഞു, അത് മനസ്സിലായില്ല എന്താണ് ഈ മുരളീധരൻ ഉദ്ദേശിക്കുന്നതെന്ന്. പിന്നീട് അദ്ദേഹം തന്നെ വിശദീകരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എത്രമാത്രം അർത്ഥം തൻ്റെ വാക്കുകളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം
ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഉരുക്കു മനുഷ്യനെ സംഭാവന ചെയ്ത സ്ഥലമാണ്, അതായത് സർദാർ വല്ലഭായ് പട്ടേലിനെ. അവിടുന്ന് അത്ര കരുത്തനായ, ഉരുക്കിൻ്റെ കരുത്തുള്ള സർദാർ പട്ടേലിൻ്റെ സ്ഥലത്തു നിന്ന് വന്ന അലൂമിനിയം പോലെ വളയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അഹമ്മദ് പട്ടേൽ എന്നാണ്. കാരണം അഹമ്മദ് പട്ടേലിന് ജനപിന്തുണയില്ല. നെഹ്റു കുടുംബത്തിൻ്റെ അടുക്കളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടുക്കളക്കാരൻ എന്നുള്ള വിലയെ മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിലാണ് മുരളീധരൻ അത് പറഞ്ഞത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ മൂർച്ച. എഴുത്തച്ഛൻ പണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ എന്നുള്ള. അപ്പോൾ വാരിധി തന്നിൽ തിരമാല എന്ന പോലെ ഇതുപോലുള്ള അർദ്ധഗർഭമായ പ്രയോഗങ്ങൾ നിറയുന്നതായിരിക്കും മുരളീധരൻ്റെ പ്രസംഗം. ഒരു സംശയം വേണ്ട. നിങ്ങൾ ഞെട്ടിപ്പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം. കരുണാകരൻ്റെ നിത്യശത്രുവായിട്ട് പൊതുവേദികളിൽ എന്നും കരുണാകരനെ വിമർശിച്ചിരുന്ന സാക്ഷാൽ സുകുമാർ അഴീക്കോട് ഒരിക്കൽ മസ്കറ്റിൽ വെച്ച് ഞാനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ശ്രീ കെ എം മുരളീധരനെ വളരെയധികം പുകഴ്ത്തി. അദ്ദേഹം പറഞ്ഞു, ഇത്രയധികം വാഗ്ധോരണിയുള്ളൊരു ചെറുപ്പക്കാരൻ നേതാവിനെ കോൺഗ്രസ്സിന് കേരളത്തിലില്ല എന്ന്. ജീവിച്ചിരുന്ന കാലത്ത് ശ്രീ സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിനെ പ്രശംസിച്ചിട്ടുണ്ട്. അദ്ദേഹം അതറിഞ്ഞിട്ടില്ല, മറ്റാരും അറിഞ്ഞിട്ടില്ല. ഞാൻ മസ്കറ്റിലൊരു പത്രത്തിൽ, അത് ഒമാൻ ട്രിബ്യൂൺ എന്ന പത്രത്തിൽ അത് എഴുതിയിരുന്നു. പക്ഷേ വളരെയധികം മലയാളികളൊന്നും വായിക്കുന്ന ഇംഗ്ലീഷ് പത്രമല്ലത്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇത് രണ്ടുമല്ല യഥാർത്ഥത്തിലെ കാരണം. യഥാർത്ഥ കാരണം എന്താണ് ഞാൻ കൃത്യമായി പറയാം. ഏതൊരു നേതാവും അദ്ദേഹത്തിന് ചുറ്റും അണികളെ സൃഷ്ടിക്കുന്നത്, അദ്ദേഹത്തിന് അനുയായി വൃന്ദത്തെ സൃഷ്ടിക്കുന്നത്, അത് ആ നേതാവ് എടുക്കുന്ന നിലപാടുകളും ആ നിലപാടുകൾ നടപ്പാക്കുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന കർമ്മകുശലതയുമാണ്. നമ്മൾ കെ കരുണാകരനെ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവും രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയായിരുന്നു. 1970കളിലും 80കളിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്ത് അതിൻ്റെ പാരമ്യതയിലുണ്ടായിരുന്ന സമയമാണ്. അന്നൊക്കെ CPM-ൻ്റെ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കും. CPM-ൻ്റെ യോഗം എന്ന് പറഞ്ഞാലും അതൊക്കെ തന്നെയാണ്. കോൺഗ്രസിൻ്റെ പ്രകടനത്തിന് വളരെ തുച്ഛമായ ആൾക്കാരെ കാണുള്ളൂ. കോൺഗ്രസ് ജയിക്കുമായിരുന്നു, പക്ഷേ തെരുവിൽ ശക്തി കാണിക്കുന്നതും അതുപോലെ തന്നെ എതിരാളികളോട് നിർദാക്ഷിണ്യം പെരുമാറുന്നതും ഒക്കെ CPM-ആണ്. CPM-ൻ്റെ സമരം ആ കാലഘട്ടത്തിൽ ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്ന ആൾക്കാർക്കറിയാം. CPM-ൻ്റെ സമരങ്ങളെന്ന് പറഞ്ഞാൽ ജനജീവിതം സ്തംഭിപ്പിക്കുമായിരുന്നു. ആ ഒരു കാലത്ത് CPM-നെ പ്രതിരോധിച്ച കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു കരുണാകരൻ, കോൺഗ്രസിൻ്റെ കരുത്തായിരുന്നു. അപ്പോൾ ആ CPM വിരുദ്ധതയിൽ അതുപോലെ തന്നെ കരുണാകരൻ്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം ഒരേ സമയം മതേതരവാദിയും എന്നാൽ തികഞ്ഞ വിശ്വാസിയും ഹിന്ദു വിശ്വാസിയുമായിരുന്നു. കരുണാകരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഗുരുവായൂർ ക്ഷേത്രമാണ്. എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതി ഗുരുവായൂരപ്പനെ കാണാൻ അവിടെ എത്തുന്ന കരുണാകരൻ, അതന്ന് പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. അപ്പം വിശ്വാസത്തിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിലും അതുപോലെ എന്നാൽ എല്ലാവരോടും സൗഹൃദം പുലർത്തുന്ന പാണക്കാട് തങ്ങൾ തൊട്ട് PK നാരായണ, NSS ജനറൽ സെക്രട്ടറി PK നാരായണ പണിക്കരോട് വരെ സൗഹാർദ്ദം ഒരേ അളവിൽ പുലർത്തുന്ന കെ കരുണാകരൻ. പക്ഷേ അതൊക്കെ ആണെങ്കിലും മുസ്ലിം ലീഗിനെ എതിർക്കേണ്ടിടത്ത് അദ്ദേഹം എതിർക്കുമായിരുന്നു, നിലയ്ക്ക് നിർത്തേണ്ടിടത്ത് നിലയ്ക്ക് നിർത്തുമായിരുന്നു. ഘടകകക്ഷികളെ പലതും പുലർത്തിയിരുന്നു. NSS-നോട് അടുപ്പമായിരുന്നെങ്കിലും NDP എന്ന് പറയുന്ന NSS-ൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഇല്ലാതാക്കിയിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ, രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ ശക്തിയും അതിൻ്റെ പ്രത്യേകതകളും. പക്ഷേ കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവ് ആ പാരമ്പര്യം, രാഷ്ട്രീയ പാരമ്പര്യം, കരുണാകരൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം ഏറ്റുവാങ്ങിയ ആ രാഷ്ട്രീയ പാരമ്പര്യം തൻ്റേതാണെന്ന് അവകാശപ്പെട്ട കെ മുരളീധരനെ ഇങ്ങനൊരു നിലപാടെടുക്കാൻ പറ്റിയില്ല. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തു ചാടി DIC ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൂട്ടുചേരാനായി നടന്നു. പക്ഷേ അവരൊട്ട് കൂട്ടത്തിലെടുത്തുമില്ല. അങ്ങനെ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്ത് അമ്മാത്തൊട്ട് എത്തിയതുമില്ല എന്നൊരു അവസ്ഥയിലെത്തി. ഗതി കിട്ടാത്ത ഒരു മനുഷ്യനെന്നുള്ള ഒരു ചിത്രമുണ്ടാക്കി. അങ്ങനെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ അപഹാസ്യനായി. അപ്പോൾ പിന്നെ എനിക്ക് വേറൊരു കാര്യം തോന്നിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബ്രാൻഡ്, ഇമേജ് രൂപപ്പെടുത്താൻ അദ്ദേഹം വേണ്ട രീതിയിൽ ശ്രമിച്ചിട്ടില്ല. കാരണം
പണ്ടൊക്കെ കെ മുരളീധരൻ രാഷ്ട്രീയത്തിലിറങ്ങിയ കാലഘട്ടത്തിൽ തന്നെ മനോരമയും, പ്രത്യേകിച്ച് മനോരമയും അതുപോലെ തന്നെ CP ദേശാഭിമാനിയുമൊക്കെ അദ്ദേഹത്തിനെ കിങ്ങിണിക്കുട്ടൻ എന്നൊരു പ്രയോഗത്തിൽ, അത് രമേശൻ നായർ എന്നൊരു നാടകരചയിതാവ് ആകാശവാണിയിൽ കിട്ടുമ്മാവനെന്ന് എന്തോ പേരായ ശതാഭിഷേകം എന്നൊരു നാടകം അവതരിപ്പിക്കുകയും ആ നാടകത്തിലെ പ്രധാന കഥാപാത്രമായ കിട്ടുമ്മാവൻ്റെ മകനായ കിങ്ങിണിക്കുട്ടനായിട്ട് മുരളീധരനെ ചിത്രീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഏതാണ്ട് ബുദ്ധി വികസിച്ചിട്ടില്ലാത്ത, അതുപോലെ തന്നെ വികൃത രൂപിയായ ഒരു വ്യക്തിയായിട്ടാണ് കാർട്ടൂണുകളിലൊക്കെ മുരളീധരനെ ചിത്രീകരിച്ചിരുന്നത്. അദ്ദേഹത്തെ പലപ്പോഴും കാർട്ടൂണുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ മുൻഭാഗത്തെ 2 പല്ല് പൊങ്ങി ഏതാണ്ട് മുയലിൻ്റെ അല്ലെങ്കിൽ എലിയുടെ പല്ല് പോലുള്ള 2 പല്ലുകളായിരുന്നു. ഇങ്ങനെ അദ്ദേഹത്തിനെ കാണിക്കുമായിരുന്നു. ഇങ്ങനെ അദ്ദേഹത്തിനെ ബോഡി ഷെയ്മിങ് നടത്തി തേജോവധം ചെയ്ത് രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് കംപ്ലീറ്റ് നശിപ്പിച്ചു കളഞ്ഞു. അത് പുനർസൃഷ്ടിക്കാൻ പാവം മുരളീധരന് കഴിഞ്ഞില്ല. അതോടൊപ്പം രാഷ്ട്രീയ നിലപാടുകളിൽ ദാർഢ്യമില്ലാതായി. കണ്ണൂരുകാരായ കരുണാകര കുടുംബത്തിനോട് പറയേണ്ടതുണ്ടോ ഈ നിലപാട് തറയിൽ ഉറച്ചു നിന്ന് വേണം പടവെട്ടേണ്ടത്? പക്ഷേ ഇദ്ദേഹം കണ്ട കാട്ടിലും തോട്ടിലും ഒക്കെ എടുത്തു ചാടി പടവെട്ടി. അത് കാരണം ഒളിഞ്ഞിരുന്ന് മരങ്ങളുടെയും മറ്റ് മറവിലിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് നേരെ വന്ന ഒളിയമ്പുകളൊന്നും കാണാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം ഒളിയമ്പുകളേറ്റ് പലവട്ടം വീണു. പരിക്കൊക്കെ എന്തെങ്കിലും പച്ചമരുന്നൊക്കെ വെച്ച് കെട്ടി ഭേദപ്പെട്ട് വീണ്ടും വന്നെങ്കിലും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുമെന്നുള്ളൊരവസ്ഥയാണിപ്പോൾ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ വളരെ ദുഃഖം തോന്നി. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ, എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന് ഇനി രാഷ്ട്രീയ ഭാവിയിൽ വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൻ്റെ മൊത്തം രാഷ്ട്രീയം വല്ലതും മാറുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ കാണിച്ച മണ്ടത്തരമാണ് തിരുവനന്തപുരം വിട്ട് വടക്കൻ കേരളത്തിലോട്ട് പോകുക എന്നുള്ളത്. കാരണം ഇന്ന് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഹിന്ദു വിശ്വാസത്തിൽ ഉറച്ചു നിന്ന രാഷ്ട്രീയ നിലപാടെടുത്തു. ഹിന്ദു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മതേതരവാദിയായി. പക്ഷേ ഇവിടെ സംഭവിച്ചത് അദ്ദേഹം പൂർണ്ണമായിട്ടും ഇസ്ലാമിക ശക്തികൾക്ക് കീഴ്പ്പെട്ടു. അവരുടെ പിന്തുണയില്ലാതെ അദ്ദേഹത്തിന് വടക്കൻ കേരളത്തിൽ നിന്ന് ജയിക്കാൻ പറ്റില്ല. അദ്ദേഹം BJPയോടുള്ള എതിർപ്പ് ഒരു പരിധി കവിഞ്ഞിട്ട് അദ്ദേഹം ഹിന്ദു വിശ്വാസങ്ങളോടുള്ള എതിർപ്പ് ആക്കാൻ പോലും അദ്ദേഹം മടിച്ചില്ല. കാരണം എങ്ങനെയെങ്കിലും സ്വന്തം തടി രക്ഷിച്ചാൽ മതിയെന്നായി അദ്ദേഹം. തിരുവനന്തപുരത്ത് ഉറച്ചു നിൽക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ വക രാഷ്ട്രീയ സർക്കസ് ഒന്നും കാണിക്കേണ്ട വരത്തില്ലായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്ന് ചെറുതെങ്കിലും ഉറപ്പുള്ള ഒരു അനുയായി വൃന്ദത്തെ സൃഷ്ടിച്ചെടുത്ത് അവിടെ നിൽക്കാമായിരുന്നു. BJPയിൽ ചേരാനാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 10 വർഷം മുമ്പ് BJPയിൽ അദ്ദേഹത്തിന് ചേരാമായിരുന്നു. അങ്ങനെ ചേർന്നിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരുപക്ഷെ ലോക്സഭയിലേക്ക് വരെ വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വട്ടിയൂർക്കാവിൽ അദ്ദേഹം മത്സരിച്ച് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കുമായിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആവേണ്ട ആവശ്യമില്ല. ഇനി അദ്ദേഹത്തിന് കോൺഗ്രസ്സിൽ ഭാവിയുണ്ടോ സംശയമാണ്. എന്തായാലും ശരി, കോൺഗ്രസ്സിലെ ഇപ്പോഴത്തെ യുവ നേതാക്കന്മാർക്ക് അപ്പോൾ എന്നെന്നും ഓർമ്മിച്ചിരിക്കാൻ തങ്ങൾ എന്തൊക്കെയാണ് ചെയ്യരുത് എന്നുള്ളത് തിരിച്ചറിയാൻ ഉള്ള ഒരു മാതൃകയായിട്ട് എപ്പോൾ വേണമെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു മാതൃകയായിട്ട് മുരളീധരനെ കരുതാം. അങ്ങനെ ഒരു മാതൃകയായിട്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വരും കാലങ്ങളിലും നിലകൊള്ളും. ഇതാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്താം. അതുവരെ കാത്തിരിക്കുക. എല്ലാവർക്കും നമസ്കാരം.